അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു ദുആ, ഈ ദുആ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എത്ര കോടി മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളുടെ കണക്കനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? എല്ലാവരും അല്ലാഹുവോട് പറയും, പടച്ചവനെ സമ്പത്ത് തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, കച്ചവടം തരണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സമാധാനം തരണേ അല്ലാ, വീട് തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമല്ലോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ. അവസാനം ദുആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. പടച്ചവനെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ദുആയാണല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഇങ്ങനെ ദുആ ചെയ്യാൻ അറിയാത്ത ആരുമില്ലല്ലോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പടച്ച റബ്ബേ, എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം കാര്യം പറയുമ്പോ മറ്റുള്ളവരെ കൂടെ നിനക്കൊന്ന് ദുആയിൽ ഓർക്കാൻ കഴിയുമോ? പടച്ചവനെ, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ. ലോകത്ത് ഏതൊക്കെ മുസ്ലിമും മരണപ്പെട്ടോ ആ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കാൻ നീ ദുആ ചെയ്യട്. അവരുടെ ഖബർ വിശാലമാകാൻ ദുആ ചെയ്യട്. ജീവിച്ചിരിക്കുന്ന നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യാറ്, എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം ചെയ്യാറ്, എല്ലാവർക്കും അല്ലാഹു നല്ല മരണം കൊടുക്കാറ്. അവിടെ നിന്ന് ദുആ ചെയ്താ ഓരോ മുസ്ലിമിന്റെയും തലയനുസരിച്ച്, ഓരോ മുസ്ലിമിന്റെയും തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ദുആ വേണോ? മൂന്നാമത്തെ സൽക്കർമ്മമാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മലായികതു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീ മാ ലം യുഹദിസ് തഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. നാലാമത്തെ നന്മ എന്തെന്നറിയുമോ? എല്ലാവരും നമസ്കരിക്കുമല്ലോ. എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുന്നവരാണല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം കഴിഞ്ഞാൽ, സലാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്ലേ, ധൃതി കാണിക്കല്ലേ. കാണിക്കല്ലേ.
എന്റെ പ്രിയപ്പെട്ട വാപ്പയോട് വാപ്പാ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമല്ലോ, സലാം വീട്ടിക്കടിഞ്ഞാൽ ദുആ ചെയ്യുന്നതിന് മുമ്പേ എഴുന്നേറ്റ് ഓടുന്നവരുണ്ടല്ലോ, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറുന്നവരുണ്ടല്ലോ, സലാത്ത് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഓടല്ലേ ഓടല്ലേ ചെറുപ്പക്കാരാ. പെങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ ഇരിക്കണേ. എത്ര നേരമാണ് നിനക്കിരിക്കാൻ പറ്റുന്നത്? നമസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ പറഞ്ഞു, ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു, എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാ. എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ നമസ്കരിച്ച സ്ഥലത്തൊരു 10 മിനിറ്റ് ഇരിക്കാൻ കഴിയുമോ? ആ നമസ്കരിച്ച മുസല്ലയില് ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നിന്നെ കൊണ്ട് പറ്റുന്ന സമയം നിനക്ക് അവിടെയും ഇരിക്കാൻ കഴിയുമോ? ആ മുസല്ലയിൽ നീ ഇരുന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഗുഫിർ ലഹു, അല്ലാഹുമ്മ ഗുഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു. നിസ്കാരപ്പായിലിരിക്കുന്ന ഈ പെണ്ണിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. നിസ്കാരപ്പായിലിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഇർഹംഹു, ഇവനോട് കരുണ ചൊരിയണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോടരുത്. ഒരല്പനേരം നിനക്കവിടെ ഇരുന്നുകൂടെ. എന്തിനാ ഇത്ര ധൃതി? എന്തിനാ ഇത്ര ധൃതി? അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ പോലുമില്ലാത്ത തിരക്കാണോ? അതിന് സമയമില്ലേ മനുഷ്യ? അതിന് സമയമില്ലേ മനുഷ്യ? പള്ളിയിൽ വരാ സമയമില്ലല്ലോ, ദുആയിക്കിരിക്കാ സമയമില്ലല്ലോ. കടയാണ്, കച്ചവടമാണ്, പണമാണ്, ജോലിയാണ്, ദുനിയാവിന്റെ പരക്കം പായുന്ന മുസ്ലിമേ, ദുനിയാവിന്റെ പുറകെ ഓടുന്ന മുസ്ലിമേ. തിന്നാ സമയമില്ലല്ലോ, ഉറങ്ങാ സമയമില്ലല്ലോ, ഭാര്യയുടെ കൂടെ ചെലവഴിക്കാ സമയമില്ലല്ലോ, മക്കളെ സ്നേഹിക്കാ സമയമില്ലല്ലോ, ഇബാദത്ത് ചെയ്യാൻ സമയമില്ലല്ലോ. എപ്പോഴും പടച്ചവനെ തിരക്കാണല്ലോ. പലരും പറയും 1 മിനിറ്റ് പോലുമില്ല, വല്ലാത്ത തിരക്കാ. എങ്കിൽ എൻ്റെ ചെറുപ്പക്കാരാ, അത് നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷയാ. വശുഗലല്ല യതബറഉ മിൻഹു അബദാ, ഒരിക്കലും തീരാത്ത ജോലിയുണ്ടല്ലോ. സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല, നേരത്തെ കിടന്നുറങ്ങാറില്ല, ഭാര്യയും മക്കളുമായി പുറത്തു പോകാറില്ല, അവരെ സ്നേഹിക്കാ സമയമില്ല, ഒന്നിനും സമയമില്ലാതെ യന്ത്രം കറങ്ങുന്നത് പോലെ അല്ല നിന്നെ കറക്കുമടാ. അത് നിനക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടല്ലേ. നിസ്കാരപ്പായിലിരുന്നോ, നിസ്കാരപ്പായിലിരുന്നോ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടെന്ന് ദുആ ചെയ്ത് വീട്ടിലേക്ക് കടന്നു പോകുമല്ലോ. അവസാനം ഭക്ഷണം കഴിച്ചു, എല്ലാ തിരക്കുകളും കഴിഞ്ഞു, കിടന്നുറങ്ങാൻ വരുമ്പോ ഒളുവെടുത്തിട്ട് കിടക്കു പെങ്ങളെ.
ഒലുപെടുത്തിട്ട് കിടന്നുറങ്ങടാ ചെറുപ്പക്കാരാ. ഒലുവില്ലാതെ കിടക്കല്ലേ, ഒലുവില്ലാതെ കിടക്കല്ലേ. ഒലുപെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ. മൻബാത്ത ത്വാഹിറുന ബാത്ത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖുലു സഅതൻ മിനൽ ലൈൽ. ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്ക് വന്ന് നിൽക്കുകയാ. അല്ലാഹുവേ, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ. ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഉറങ്ങുന്ന നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, ഉറങ്ങുന്ന നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹുവേ നിന്നോട് കരുണ കാണിക്കാ, നിന്റെ ഉറക്കം നന്മയുടെ കൂട്ടത്തിലാക്കാ. ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എപ്പോഴാണോ ഉണരുന്നത്, എപ്പോഴാണോ നീ ഉണരുന്നത്, ആ ഉണരുന്നത് വരെ നിന്റെ തലയുടെ മുമ്പിൽ നിന്ന് മലക്ക് ദുആ ചെയ്യുകയാ. ഒളുവോട് വേണം കിടന്നുറങ്ങാൻ. എന്തിനാ ഒളുവെടുക്കാൻ പറയുന്നത്? ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ. ഇത് പറഞ്ഞിട്ടാ കിടക്കുന്നത്, ഇത് പറഞ്ഞിട്ടാ കിടക്കുന്നത്. മരണമെന്ന് പറഞ്ഞാൽ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമല്ലേ? അള്ളാന്റെ ഖുർആനല്ലേ പറഞ്ഞത്? രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സർവസ്തുതിയും നിനക്കാണല്ലോ. എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന എനിക്ക് ജീവിക്കാൻ ഒരു ദിവസം കൂടെ തന്ന അല്ലാ, അൽഹംദുലില്ലാ. അവിടെ അല്ലാഹനെ സ്തുതിക്കുന്നത് അതിനു വേണ്ടിയാ. അതുകൊണ്ട് ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ. ഒളുവില്ലാതെ ഉറങ്ങല്ലേ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ. ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ മലക്കിന്റെ ദുആ കിട്ടുകയാ. ഇനിയാ കിടപ്പിലെങ്ങാടും നീ മരിച്ചു പോയാൽ, ഒളുവെടുത്തിട്ട് കിടക്കുന്ന രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ എത്ര വലിയ ഭാഗ്യവാനാ, നീ എത്ര വലിയ ഭാഗ്യവാനാ. പടച്ചവനെ, ഒളുവോടി കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ, അസ്റായിൽ എന്ന് പറയുന്ന റൂഹ് മലക്ക് പിടിക്കാൻ വരുമല്ലോ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമല്ലോ. പെങ്ങളെ, ഒളുവെടുത്തിട്ട് മരിക്കുന്നതെങ്കിൽ, ഒളുവെടുത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിന്നെ കാണാൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവേ, ജിബ്രീലിനെ കാണാനുള്ള ഭാഗ്യമാ. ഒരാൾ മരിക്കുമ്പോ ഒളുവെടുത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബ്രീലിനെ കണ്ടു മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ. ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്. ഒളു മുറിയുകയോ മുറിയാതിരിക്കുകയോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഭാര്യയെ തൊട്ടാ ഒളു മുറിയെന്ന് പറഞ്ഞിട്ട് ഒളുവെടുക്കാതെ കിടക്കരുതെന്നല്ല. ഒളുവെടുത്തിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. തലയുടെ ഭാഗത്തൊരു മലക്കിങ്ങനെ കാത്തു നിൽക്കും നീ ഉണരുന്നത് വരെ. അല്ലാഹുവേ, ഇവന് പുറത്തു കൊടുക്കല്ല, കരുണ കാണിക്കല്ല. അല്ലാഹുവേ, പടച്ചവനെ, ഈ മനുഷ്യന് ഇബാദത്തിന്റെ കൂലി കൊടുക്കല്ല എന്നും മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യും.
ആ കിടപ്പിൽ കിടന്ന് മരിച്ചാലും നീ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജംറയിൽ പോയിട്ട് കല്ലെറിയും ഹജ്ജിന് പോകുന്നവർ. ജംറയിൽ പോയിട്ട് കല്ലെറിയുമ്പോൾ ചിലരോട് ഇബ്ലീസ് ചോദിക്കുമെന്ന്, അളിയ നമ്മൾ തമ്മിൽ വേണം ഇതെന്ന്. ശൈത്താനെ അല്ലേ എറിയണേ. അതുപോലെ ചില ആൾക്കാർ ഇബ്ലീസിനെ ഇറക്കി വിടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകണം. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും വീടിനകത്ത് നിന്ന് ചെയ്താൽ ഇബ്ലീസ് മക്കളോട് പറയും, ഇന്നിനി ഇവിടെ പറ്റത്തില്ല, വേറെ വീട് നോക്കിക്കോളെ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിനകത്ത് കയറി നിന്നിട്ട് ഇന്ന് ചെയ്താൽ നിന്റെ വീടിനകത്ത് വാടക തരാതെ താമസിക്കണ ഇബ്ലീസ് തൻ്റെ മക്കളോട് പറയും, ഇന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോനെ ഇറക്കി വിടണോ? ഉറക്കപ്പറ വേണോ? ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? വീട്ടിൽ കയറിയിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കാം. നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ആദ്യം ഇറക്കണ്ടേ? വീട്ടിലൊക്കെ പിന്നെ നമ്മുടെ ശരീരത്ത് ഓൻ കൂടിയിരിക്കല്ലേ. റമളാൻ മാസം വരുമ്പോൾ എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ചു കെട്ടുവോ? സർവ്വ ശൈത്താന്മാരെയും ചങ്ങലയിലിടുന്ന ഹദീസ്. എന്നാൽ റമളാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ വീടി വലിച്ച് കിടക്കണ അബൂബക്കറിനെ നമുക്ക് കാണാം ഇല്ലേ? അപ്പോൾ ഓൻ്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? പറയടോ. എല്ലാ ശൈത്താനെയും അള്ളാൻ്റെ മലക്കുകൾ പിടിച്ച് കെട്ടൂന്ന റമളാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ കിടക്കണ മുസ്ലിമീങ്ങളെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഓൻ്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? അള്ളാഹു ആയാലും. അതാ ഞാൻ പറഞ്ഞേ, ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ ശൈത്താനെ ഇറക്കാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ. വേണോ? വേണം ഇൻഷാ അല്ലാഹ്. ഇപ്പം വേണോ അവസാനം വേണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. പൈസ ചെലവില്ലാത്ത പണിയാ. ഒറ്റ ആയത്ത് ഓതിയാൽ മതി മനുഷ്യ. ഖുർആൻ പറഞ്ഞല്ലേ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ തങ്ങൾക്ക് നബി ഒരു ജോലി കൊടുത്തു. കുറച്ച് സമ്പത്ത് സൂക്ഷിക്കാനുള്ള, ധാന്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള ജോലി കൊടുത്തു. കാവൽക്കാരൻ അബൂ ഹുറൈറ തങ്ങൾ. രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ തലയിൽ കൂടെ തുണിയിട്ടിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുന്നു, മോഷണം നടത്തുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. പറ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പോയി പിടിച്ചു. ചങ്ങായി വടാ, കള്ളൻ വടാ, എന്നെ കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. മോഷണം നടത്തുന്നില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനൊരു പാവപ്പെട്ടവനാ, ഭാര്യയും മക്കളും പട്ടിണിയാ, ഒരു ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ, എന്നെ പിടിച്ചുകൊണ്ട് പോകരുത്, എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ തങ്ങൾ സങ്കടം കേട്ടപ്പോൾ, ഇനി ചെയ്യരുത് കേട്ടോ, പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസവും വന്നിട്ട് വാരി അന്നും പിടിച്ചു. അപ്പോൾ പറഞ്ഞ, ഇന്നലെ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ചെയ്യരുതെന്ന്. അബൂ ഹുറൈറ, എൻ്റെ ഭാര്യയും മക്കളും കിടന്ന് വിശന്ന് കരയുന്നു, ആ കരച്ചിൽ കണ്ടിട്ട് ഞാൻ വന്നതാ, നീയും പട്ടിണി കിടന്നിട്ടില്ലേ, നിനക്കറിയാലോ. ഈ കഥയൊക്കെ കേട്ടപ്പോൾ അബൂ ഹുറൈറയ്ക്ക് നിന്നെയും സങ്കടം വന്നു. അപ്പോൾ അതിനെ മൂട്ടിക്കില്ല കേട്ടോ, പറഞ്ഞു വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു, അന്ന് പിടിച്ചു. ഇനി നീ എന്തു പറഞ്ഞാലും നിന്നെ ഞാൻ വിടൂല, നിനക്ക് ഞാൻ 2 വട്ടം അവസരം തന്നു, ഇനി നീ എന്തു പറഞ്ഞാലും വിടൂല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വാ, മുത്തുനബിയുടെ മുന്നിൽ പോകാം, വാ, എന്നെ കൊണ്ടുപോകരുത്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് പാരായണം ചെയ്താൽ ഇബ്ലീസിൻ്റെ ശല്യം മാറും, ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാം. ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, വെറുതെ വിടുവോ? ഇൽമെന്ന് പറഞ്ഞ അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്തൊരു ആർത്തിയാണ്. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ വെറുതെ വിടാം. ഒരു ഇൽമു പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടു ഇല്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം ഓൻ കരഞ്ഞു, 3-ാമത്തെ ദിവസം കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നു. ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അത് ആരാന്ന് മനസ്സിലായോ? എന്താ പറഞ്ഞു തന്നെ? ആ സമയത്ത് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്നാ പറഞ്ഞേ. ഓൻ കള്ളനാണെങ്കിലും
അവൻ പറഞ്ഞത് സത്യമാ. ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആയത്തിൽ കുർസി പാരായണം ചെയ്താൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനിലെ ആയത്തിൽ കുർസി പാരായണം ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് വീടിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ആയത്തിൽ കുർസി പാരായണം ചെയ്ത ശൈത്താൻ തൻ്റെ മക്കളോട് പറയും, ജാവോ ഇന്നിന് പറ്റത്തില്ല, അടുത്ത വീട് നോക്കിക്കോ, ഇറങ്ങി ഓടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞേ? അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, ഓൻ ആരാന്നറിയാവോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാരാ പറഞ്ഞു കൊടുത്തേ? പറയടോ. ഓനെ പൂട്ടാനുള്ള പൂട്ട് ആര് പറഞ്ഞു കൊടുത്തു? ഇബ്ലീസ് എന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആയത്തിൽ കുർസി പാരായണം ചെയ്യണം. ചെയ്താൽ ആര് പുറത്തു പോകും? ഇബ്ലീസ് പുറത്തു പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വരണം. ഈ മജ്ലിസിലിരിക്കുന്ന ചിലരുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരും. ആരുടെ വീട്ടിലാണ് വരുന്നതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കാണുന്ന നിസ്കാരപ്പള്ളി നോക്കിക്കുക. ഒരു നിസ്കാര റൂം സിമെൻ്റ് കട്ട കെട്ടി 2-3 ജനലും വെച്ച് സീറ്റ് വിട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് നോക്ക്, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത് കാണുന്നുണ്ടല്ലോ. അല്ലാഹ് പടച്ചോനെ, നമ്മുടെ വീടിൻ്റെ മതിൽ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം, AC റൂം നമ്മൾ നോക്കിക്കേ. ഈ മക്കാമിൽ വരുന്നവർക്ക് ആണിനും പെണ്ണിനും നിസ്കരിക്കുവാനുള്ള സൗകര്യത്തിനായി ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്ന് തേച്ച്, അത് വാർക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്ന് തേച്ച് വൃത്തിയാക്കി നിസ്കാര സൗകര്യമുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നതിന് വേണ്ടിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത് കണ്ടിട്ട് നമുക്ക് കൊടുക്കാൻ വയ്യ. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹു ഇത് കാണിച്ചു തരുന്നൊരു പള്ളിയല്ലേ. പള്ളി കെട്ടിക്കൊടുക്കുന്നവൻ്റെ പ്രതിഫലം എല്ലാവർക്കും അറിയില്ലേ? ചെറുതാകട്ടെ വലുതാകട്ടെ, അള്ളാഹുവിന് ആരെങ്കിലും ഈ ദുനിയാവിൽ നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടിക്കൊടുത്താൽ അവൻ അള്ളാഹു സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അള്ളാഹുവെ, നമുക്കൊരു നന്മ ചെയ്യാൻ, നമുക്കൊരു സദക്ക കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? പലരും പറയും, ഉസ്താദെ പൈസയില്ല. പക്ഷേ ഒന്ന് തലകറങ്ങി വീണു, ചെറിയൊരു നെഞ്ചുവേദന, ശരീരം വിയർക്കുന്നു, പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലോക്കാണ്, ഓപ്പറേഷൻ ചെയ്യണം, 3 ലക്ഷം വേണം. എവിടെ നിന്ന് വരുന്നു പൈസ? അപ്പം നിൻ്റെ കയ്യിൽ എവിടെ നിന്ന് വരുന്നു പൈസ? അപ്പം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം ഇങ്ങനെ കിടന്നിട്ട്, ആ ഭവനത്തിന് പടച്ചവനെ നിങ്ങൾ വാർക്കണമെന്ന് പറയുന്നില്ല, AC റൂമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ചാക്ക് സിമെൻ്റ് വാങ്ങിക്കൊടുത്ത് അതൊന്ന് നേരെ ചൊവ്വ തേച്ചെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് നിനക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണാൻ വരുന്നത് ആരെയെന്നറിയുമോ? നിങ്ങളാരെങ്കിലും 5 നയാ പൈസ ഈ പള്ളി നേരെയാക്കുന്നതിന് വേണ്ടി കൊടുത്താൽ ഇന്ന് നിന്റെ വീട് കാണാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് നിന്റെ വീട് കാണാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ കടന്നു വരികയാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്തിൻ്റെ പേരിലെന്നറിയുവോ? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിയൊന്ന് നേരെയൊന്ന് വൃത്തിയാക്കാൻ പടച്ചവരെ നിന്നെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ കൊടുത്തപ്പോ ആകാശത്ത് നിന്ന് മലക്കുകൾ കടന്നു വരികയാ. വിശദീകരിക്കാൻ സമയമില്ല. ഒരു ചാക്ക് സിമെന്റെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുത്താ അള്ളാഹു ദുനിയാവിൽ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 1, അള്ളാഹു നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം അള്ളാഹു നൽകുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 1 സന്തോഷവും സമാധാനവുമുള്ള ഒരു നല്ല ജീവിതം, നല്ല ഒരു ജോലി അള്ളാഹു നിനക്ക് തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, എൻ്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് കെട്ടിയവർ ഇരിക്കുന്നുണ്ട്. പലരും പറയുന്നു, ഉസ്താദെ സമാധാനമില്ല, ഭാര്യ നന്നാകുന്നില്ല, ഭർത്താവ് നന്നാകുന്നില്ല. ഉസ്താദെ സ്വാലിഹത്തായ ഭാര്യയാകണം,
സ്വാലിഹായ ഭർത്താകാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചാക്ക് സിമെൻ്റ് നീ വാങ്ങിക്കൊടുക്ക്. അള്ളാഹു നിൻ്റെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. ചരിത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരാ, ജോലി വേണോ? ജോലി വേണോടാ? നല്ല ഒരു ജീവിതം വേണോ? സന്തോഷമുള്ള ജീവിതം വേണോ? നല്ല ജോലി വേണോ? അൽഹംദുലില്ലാ, അള്ളാഹു നിനക്ക് തരും. നീ ഒരു സദഖ കൊടുത്താൽ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, 3, കണ്ണിന് കുളിർമയുള്ള മക്കൾ. കണ്ണിന് കുളിർമയുള്ള മക്കൾ, നല്ല മക്കൾ, സ്വാലിഹായ മക്കളെ വേണം നമുക്ക്. മരിച്ച മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണം. അറിയോ? മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. സുബ്ഹാനല്ലാഹ്. പൊക്കിയവരെല്ലാം പ്രായമുള്ളവരാ. പൊക്കിയവരെല്ലാവരും പ്രായമുള്ളവരാ. ഈ പ്രായമുള്ള നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം വാപ്പ. വീട്ടിൽ 2-3 എണ്ണമില്ലേ? കൊയ് ഫായിദാനയ്യേ. അവന് ചോറ് കൊടുക്കുന്നതും അവന് വേണ്ടി പോറ്റി വളർത്തി സമ്പാദിക്കുന്നതും വെറുതെയാ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ നാട്ടുകാർ വേണം. നീ പഠിച്ചോ? നീ കഷ്ടപ്പെടുന്നത് വെറുതെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിപ്പറമ്പിൽ വന്ന് നിന്ന് യാസീൻ ഓതാൻ അറിയുന്ന മക്കളുണ്ടോ? കാണാതെ യാസീൻ ഓതാൻ അറിയണ എത്ര പേരുണ്ട്? കൈവക്കാൻ ഞാൻ പറയണില്ല, നാണം കെടാൻ വയ്യ. യാസീൻ ഓതാൻ അറിയുന്ന എത്ര പേരുണ്ട്? പള്ളിപ്പറമ്പിൽ വാപ്പാടെ ഖബർ എവിടാന്ന് വെച്ചാൽ കറുകപ്പുത്തൂർ പള്ളിയിലാണെന്നറിയാം. അത്രയേ ഉള്ളൂ. എവിടാന്ന് അവനോട് ചോദിക്കരുത്. ഗൂഗിൾ ഇട്ട് നോക്കണം, ലൊക്കേഷൻ അടിച്ച് നോക്കണം വാപ്പാടെ ഖബർ അറിയണമെങ്കിൽ. കൊറോണ വന്നതിന് ശേഷം ഇപ്പം ആള് കുറവാണ്, അങ്ങോട്ട് പോകാറ് തന്നെ ഇല്ല. ഇപ്പം മാതാപിതാക്കളുടെ ഖബർ പോയി നോക്കാൻ പോലും സമയമില്ല. സിയാറത്ത് ചെയ്യാൻ, ഉപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. പണ്ടൊക്കെ 40 ആയി കഴിഞ്ഞാൽ, ആരെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ 40ൻ്റെ അന്ന് കുറേ ഉസ്താദന്മാരെയും നാട്ടുകാരെയും വിളിച്ച് 70,000 ദിക്റ് പറഞ്ഞ് വരുന്നവർക്ക് മുഴുവനും ഭക്ഷണം കൊടുത്ത് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യും. ഇല്ലേ? അങ്ങനെ ചെയ്യില്ലായിരുന്നോ? ചെയ്യില്ലേ? നിങ്ങളെന്താ മിണ്ടായിരിക്കണേ? എന്നായിരുന്നു ചെയ്യുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ 40ൻ്റെ അന്നായിരുന്നു. പണ്ടൊക്കെ 40ൻ്റെ അന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഉസ്താദന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കാരണവന്മാരെല്ലാം 70,000 മഫ്ദൽ ദിക്ർ. ഇപ്പോഴോ 7ൻ്റെ അന്നേ ചടങ്ങങ്ങ് തീർക്കും. സമയമില്ലല്ലോ. 3ൻ്റെ അന്നോ 7ൻ്റെ അന്നോ മക്കൾ വിളിച്ചു പറയും, ബാപ്പ മരിച്ചടാ, ഞാൻ വന്നിട്ട് അടക്കിയാൽ മതി. ഇത് പറയണ കേൾക്കുമ്പോൾ വിചാരിക്കും വാപ്പായ്ക്ക് അവിടെ എത്ര സ്നേഹമാണ്. വന്ന് ഐസ്യുവിനകത്ത് അതിനകത്ത് കെട്ടിയിരുത്തിക്കുക, ഫ്രീസറിനകത്ത്. വാപ്പ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക, ഐസിട്ട് കിടക്കണ പോലെ. വാപ്പാനെ കണ്ടു, കൊണ്ട് കുഴിച്ചിട്ടു. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ലീവ് തീരാറായി പോണ്ടേ? മോൻ പറയുക, ഇവ എന്തിനാ വന്നേ? ഇവൻ പറയുക, ഞാൻ 3 ദിവസത്തെ ലീവിന് വന്നതാ, അതുകൊണ്ട് ലായിലായില്ലതൊക്കെ എല്ലാം നേരത്തെ അങ്ങ് തീർക്കാം. നാട്ടുകാരെയൊക്കെ വിളിച്ച് ഈ 3ൻ്റെ അന്ന് എന്നെ തീർത്തു, 4ൻ്റെ അന്ന് പോയി. 40ൻ്റെ അന്ന് ഒരു ഫാത്തിഹ ഓതാൻ പോലും ആളില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചിന്തിക്കുക, അപ്പം നീ മരിച്ച പള്ളിയിൽ കൊണ്ടുവരും മയ്യത്ത്. ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കണം, മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരും. ഖത്തീബ് ഉസ്താദ് പറയും, നല്ലൊരു മനുഷ്യനാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്നിട്ട് ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ആരാ പറയണേ? പള്ളിയിലെ ഖത്തീബ്. എന്താ ഖത്തീബിൻ്റെ വാപ്പായ കിടക്കണേ? ഉസ്താദിൻ്റെ ഉപ്പായ കിടക്കണേ? ഉസ്താദിൻ്റെ ഉമ്മയ കിടക്കണേ? ഉസ്താദ് പറയുക, എടാ സത്യത്തിൽ ആരാ പറയണ്ടേ? നിങ്ങൾ പറ, ആരാ പറയണ്ടേ? നിന്റെ മോനല്ലേ അത് പറയണ്ടേ? ഈ കിടക്കണത് എൻ്റെ ഉപ്പായ. ഈ പള്ളിക്കകത്തിരിക്കണ ആർക്കെങ്കിലും എൻ്റെ ഉപ്പ 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാ, ഞാൻ തരാം. അത് ഓൻ പറയൂല, ഇമാമ് പറയും. ചെന്നാൽ മോൻ പറയും ഇമാമിൻ്റെ അടുക്ക പോയി മേടിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ശരിയല്ലേ ഉസ്താദ്? അവിടുത്തെ ഇമാമാരാ? ആ അല്ലേ? എന്താ പറയും മക്കള്? അങ്ങാരടുത്ത് പോയി ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി പറയുമ്പോൾ സൂക്ഷിച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വീട്ടിൽ വളർത്തുന്നത് ഒരു കാര്യമില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. എൻ്റെ സുഹൃത്ത് ആധാരം എഴുതുക, കാക്ക
രാവിലെ നാസ്ത കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു. ചാടി എഴുന്നേറ്റ് പോയി. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു മോള് വിളിച്ചിട്ട് ചോദിക്കുകയാ, വാപ്പ മരിച്ചാൽ ആൺകുട്ടികൾക്ക് ഉപ്പാടെ സ്വത്തിൽ എത്ര അവകാശം, പെൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇത്ര ശതമാനം. ആധാരം എഴുതുന്ന ആളായതുകൊണ്ട് ആ കാക്ക പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നെ വരണേന്ന് എഴുതാൻ, ആധാരം എഴുതാൻ എൻ്റെ അടുത്ത് തന്നെ വരണേന്ന്. അപ്പം മോള് പറയാ, വാപ്പ മരിച്ചിട്ടില്ലെന്ന്. അള്ളാഹു ഈ ബന്ധനുമാറാകട്ടെ. മരിച്ചിട്ടില്ല. അതിനു മുമ്പ് ചിരിക്കണ്ട, ഒരെണ്ണവും ചിരിക്കണ്ട. വീട്ടിൽ മക്കൾ കാൽക്കുലേഷൻ ചെയ്തിരിക്കുക, വാപ്പ മരിച്ച അതെനിക്ക്, ആ സ്ഥലം എനിക്ക്, ഈ സ്ഥലം എനിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുത്താൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, സദക്ക കൊടുത്താൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ കണ്ണിന് കുളിർമയുള്ള മക്കളാണ്, സ്വാലിഹായ മക്കളാ, ദുആ ചെയ്യുന്ന മക്കളാ. ഇത് മൂന്നും ഒരുമിച്ച് കിട്ടിയ ഒരു വീട് ഞാൻ പറഞ്ഞു തരാ. സ്വാലിഹായ ഭർത്താവ്, സ്വാലിഹായ ഭാര്യ, സ്വാലിഹത്തായ ഭാര്യ, കണ്ണിന് കുളിർമയുള്ള മോന്. അള്ളാഹുവിന്റെ മലക്കുകൾ കാണാൻ ഇറങ്ങി വന്ന ഒരു ഭവനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യ ഇങ്ങനെ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ ആരെയാണ് കാത്തു നിൽക്കുന്നതെന്നറിയോ? തന്റെ ഭർത്താവും പൊന്നുമകനും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോയതാണ്, നിസ്കരിക്കാൻ പോയതാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പോയ പൊന്നുമോനെയും ഭർത്താവിനെയും കാണാതെ വന്നപ്പോ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിന്റെ വാതിലിൽ ഇങ്ങനെ ഇശാ നമസ്കാരം കഴിഞ്ഞ് കാത്തു നിൽക്കുകയാണ്. അതാ തന്റെ ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നുമകൻ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുന്നത് ദൂരെ നിന്നേ കാണുകയാണ്. ഉമ്മു സുലൈമിന് വല്ലാത്ത സന്തോഷമായി. വീടിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോ മൂന്നാമതൊരു മനുഷ്യനെ കാണുകയാ. തന്റെ ഭർത്താവിന്റെ കൂടെ വേറെ ഒരാള് കൂടെയുണ്ട്. ഉമ്മു സുലൈമിന് അത്ഭുതമായി. വീടിന്റെ മുന്നിൽ വന്നു, സലാം പറഞ്ഞകത്ത് കയറി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അവിടെന്ന് ചോദിക്കുന്നു, തൽഹ, ആരാണ് തൽഹ? ഒരു പ്രായമുള്ള ഒരാൾ കൂടെയുണ്ടല്ലോ. ആ സമയത്താണ് അബൂ തൽഹ റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്ന, ഉമ്മു സുലൈം ഇശാ നമസ്കാരം കഴിഞ്ഞ പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, സഹാബാ, ഒരു യാത്രക്കാരനുണ്ട് സഹാബാ, ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് പെണ്ണെ. ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ഏത് ഭക്ഷണമായി വീടിന്റെ അകത്തുള്ളത്? ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്, നമുക്ക് പോലും ഇന്ന് കഴിക്കാൻ ഭക്ഷണമില്ല. ആകെ ഇരിക്കുന്നത് ഈ കുറച്ചു ഭക്ഷണമാണ്. നമ്മുടെ പൊന്നുമകന് വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് എന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോൻ, അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം അവന് കൊടുക്കാൻ വെച്ചിരിക്കുകയാ. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. എങ്ങനെയാ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നിരുന്ന് കരയുന്നു. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവനെ വിളിച്ചു കൊണ്ടുവന്നല്ലോ. എങ്ങനെയാ റബ്ബേ, എങ്ങനെയാ മനുഷ്യനോട് ഭക്ഷണമില്ലെന്ന് പറയുന്നത്? വാപ്പയും ഉമ്മയും അടുക്കളയ്ക്കകത്ത് കയറിയിട്ട് കാണാതെ വന്നപ്പോ അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ അടുക്കളയിലേക്ക് കടന്നു വരുമ്പോ രണ്ടുപേരും ഇരുന്ന് കരയുകയാ.
എന്തേ ഉമ്മ കരയുന്നത്? മോനെ, നിനക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീടിന്റെ അകത്തുള്ളൂ. ആ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, ആ പാവപ്പെട്ടവന് കൊടുക്കാൻ ഭക്ഷണമില്ല. അനസ് മിണ്ടിയില്ല. 3 പേരും അടുക്കളയ്ക്കകത്തിരുന്ന് കരയുമ്പോ ആ സ്വാലിഹത്തായ ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണ് പറയുകയാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിന്റെ അകത്തിടാ, എന്നിട്ടും നിങ്ങളും 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. എന്നിട്ട് 3 പേരും ഒരുമിച്ചിരുന്ന് പാത്രത്തിലേക്ക് കൈയിടുമ്പോ, മോനെ അനസേ, വിളക്കണക്കണേടാ പൊന്നുമോരെ. ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അടുത്ത് കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്ക് നീ കൈകൊണ്ടങ്ങ് തട്ടിയണക്കണം. എന്നിട്ട് വാരി തിന്നരുത്, തിന്നുന്നവരെ പോലെ അഭിനയിക്കണം. നിങ്ങൾ 2 പേരും ഭക്ഷണം കഴിക്കുന്നവരെ പോലെ അഭിനയിക്കണം. അല്ലാ, ഉമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ. അവസാനം ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കഴിക്കാനിരുന്നു. എല്ലാരും പാത്രത്തിനകത്ത് കൈയിട്ടു. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഉമ്മാടെ മുഖത്ത് നോക്കി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ സ്വാലിഹായ മകനുണ്ടല്ലോ, ഉമ്മ പറഞ്ഞതുപോലെ അനുസരിക്കുകയോ, അവിടുന്ന് വിളക്കങ്ങണയ്ക്കുകയാ, അവിടുന്ന് വിളക്കങ്ങണയ്ക്കുകയാ. എന്നിട്ട് അഭിനയിച്ചു, ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. ആ മനുഷ്യനൊന്നും അറിയാതെ വാരി തിന്നു. അവസാനം അൽഹംദുലില്ലാഹ് ദുആ ചെയ്ത ആ മനുഷ്യൻ ഇറങ്ങി പോവുകയാ. അന്നവര് 3 പേരും പട്ടിണി കിടന്നു. ഭർത്താവും ഭാര്യയും പൊന്നുമോനും ആരും പരാതിയില്ല, ഒരാൾക്കും പരിഭവമില്ല. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞില്ല. 3 പേരും പട്ടിണി കിടന്നുറങ്ങി. രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് വിളിക്കുന്നു, ഉമ്മു സുലൈം, ബാങ്ക് വിളിക്കുന്നു ഉമ്മു സുലൈം, എഴുന്നേറ്റ് നിസ്കരിക്ക്, എന്റെ പൊന്നുമോനെ വിളിക്ക്, എന്റെ പൊന്നുമോനെ പള്ളിയിൽ കൊണ്ടുപോകാൻ വിളിക്ക്. അടുത്ത് ചെന്ന് വിളിക്കുമ്പോ അനസ് പറയുന്നു, ഉമ്മ നടക്കാൻ കഴിയുന്നില്ല ഉമ്മ, ശരീരം തളരുന്നു ഉമ്മ, ശരീരം തളരുന്നു ഉമ്മ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉപ്പ ചുമലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാമോനെ. ഉപ്പാടെ ചുമലിൽ കയറ്. പള്ളിയിലേക്ക് കൊണ്ടുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എവിടെ അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്. പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട്, ഞാനിവിടെ ഉണ്ട് നബിയെ. 2 പേരെയും അടുത്ത് വിളിച്ചു, അബൂ തൽഹയെയും പൊന്നുമോനെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, ഇന്നലെ നിന്റെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അത്ഭുതത്തോടെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വീടിനകത്ത് നടന്നത് അങ്ങനെ അറിഞ്ഞു നബിയേ. അപ്പോഴാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നലെ നിന്റെ വീട് കാണാൻ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, സുബഹി വരെ നിന്റെ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോനും പട്ടിണി കിടക്കുന്നത് കാണാൻ, സദക്ക കൊടുത്തിട്ട് കിടക്കുന്നത് കാണാൻ ഇന്നലെ നിന്റെ വീട്ടിലേക്കും മലക്കുകൾ ഇറങ്ങി വന്നു. അതുമാത്രമല്ല, ജിബിലിഹു
നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങിയതെന്ന് അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ, പടച്ചവനെ റമളാൻ വരികയാണ്, ഇതൊന്ന് തേക്കണ്ട്, ഇതൊന്ന് വൃത്തിയാക്കണ്ട്, ഇവിടെ വരുന്നവർക്ക് നിസ്കരിക്കണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരു പള്ളി നിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ മനുഷ്യ, ഇനി എന്ത് നേടാനാ, എന്ത് ചെയ്യാനാ, എന്ത് നന്നാകാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രതിഫലം പറഞ്ഞു. അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ ലഭിക്കുകയാ. അള്ളാന്റെ മലക്കുകൾ ഇന്ന് നിന്റെ വീട്ടിലേക്ക് കടന്നു വരും.